നമസ്കാരം. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വിശ്വപൗരൻ ശശി തരൂർ ഇന്ന് KPCCയിൽ എത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന തരൂർ വിരുദ്ധ വികാരത്തിന് ഡൽഹിയിൽ താൽക്കാലിക വിരാമം ഇട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചേംബറിൽ അടച്ചിട്ട മുറിയിൽ നടന്ന 2 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് ശശി തരൂർ ഹൈക്കമാൻഡുമായി കൈകോർത്തു. കൊച്ചിയിലെ വേദിയിൽ രാഹുൽ ഗാന്ധി തൻ്റെ പേര് പറയാൻ മറന്നപ്പോൾ ഉള്ളിലൊതുക്കിയ നീറ്റലിൽ നിന്ന് പുഞ്ചിരിയോടെ രാഹുലിനൊപ്പം ചേർന്നു നിൽക്കുന്ന ചിത്രങ്ങളിലേക്ക് തരൂരിൻ്റെ ദൂരം രാഷ്ട്രീയ കേരളത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശം തന്നെയായിരുന്നു. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കൈമൈ മറന്ന് പോരാടാൻ ഇറങ്ങുന്ന കോൺഗ്രസിന് തരൂരിനെ പോലൊരു ഗ്ലോബൽ ബ്രാൻഡ് ഒഴിവാക്കാനാകില്ല എന്ന സത്യം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്ന് തരൂർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അണികൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. KC വേണുഗോപാലിൻ്റെ അണിയറ നീക്കങ്ങളും ഖാർഗെയുടെ മധ്യസ്ഥതയും കൂടിയായപ്പോൾ തരൂർ ഇനി പാർട്ടിയുടെ കുന്തമുനയായി കേരളത്തിൽ സജീവമാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിനു പിന്നാലെയാണ് ഇന്ന് തലസ്ഥാനത്ത് KPCCയിൽ ശശി തരൂർ പ്രത്യക്ഷപ്പെട്ടത്. ശശി തരൂർ കോൺഗ്രസിൻ്റെ അഭിമാനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നു. തരൂർ വിശ്വപൗരനാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും തരൂരിൻ്റെ മുഖം ഉണ്ടാകുമെന്നും സതീശൻ വ്യക്തമാക്കുന്നു. തരൂർ നേരത്തെയും കോൺഗ്രസിൽ സജീവമാണ്. LDF ക്യാമ്പുകളിൽ നിന്ന് വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും സതീശൻ ഇന്ന് വ്യക്തമാക്കി. അതേസമയം തരൂർ അടിസ്ഥാന മൂല്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവ് ആണ് എന്ന് KPCC വൈസ് പ്രസിഡന്റ് M ലിജുവും പ്രതികരിച്ചു. അനുനയ ചർച്ച നടത്തിയത് കോൺഗ്രസിൽ തരൂരിന് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് എന്നും ലിജു പറഞ്ഞു വയ്ക്കുന്നു. തരൂർ രാജ്യത്തെ തന്നെ ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മതേതര മൂല്യങ്ങളോടെയുള്ള പ്രതിബദ്ധത തരൂർ AICCയെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ M ലിജു KPCC ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ല എന്നും പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസിൽ അസംതൃപ്തനായിരുന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ AICCയോട് ആവശ്യപ്പെട്ടത് KPCC നേതൃത്വമായിരുന്നു. തരൂർ പോയാൽ തെക്കൻ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് KPCC AICC നേതൃത്വത്തെ വിവരമറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂരിനോട് സജീവമാകണം എന്ന് പറയണമെന്നും KPCC വ്യക്തമാക്കിയിരുന്നു. MP മാരായ MK രാഘവനും ഷാഫി പറമ്പിലുമാണ് ഇക്കാര്യം നേതൃത്വവുമായി സംസാരിച്ചത്. തരൂരിനെ കേരളത്തിൽ പരമാവധി ഉപയോഗിക്കാൻ AICC സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചർച്ച കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ ഞാനും രാഹുൽജിയും ഖാർഗെജിയും എല്ലാം തുറന്ന് സംസാരിച്ചു. ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഞാനും പാർട്ടിയും ഇപ്പോൾ ഒരേ ദിശയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തും എന്നും നിലവിലിപ്പോൾ ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി കോൺഗ്രസിൽ ഒത്തുചേർന്ന് തോളോട് തോൾ ചേർന്ന് ശശി തരൂർ പ്രവർത്തിക്കും എന്നാണ് നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശ രാജ്യത്ത് CPMുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യവസായിയുമായി ചർച്ച നടത്തി CPMിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹങ്ങളും വാർത്തകളുമെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ നിർണായകമായ ചർച്ച നടക്കുന്നതും ഇന്ന് KPCCയിൽ എത്തിയതും. ഇതിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമാകുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് തോളോട് തോൾ ചേർന്ന് ശശി തരൂർ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.